Hi all, my name is Amal and I am here with you the next session of PYQ Masterclass. So നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് 11th സെഷനാണ് നമ്മളുടെ. ഓക്കെ, അപ്പോൾ ഭക്തി ലിറ്ററേച്ചറല്ല ഭക്തി മൂവ്മെൻറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞുള്ള ഒരു സെയിൻറ്റ്. സോ ഈ ക്വസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ ഭക്തി മൂവ്മെൻറ്റ് റിസീവ്ഡ് എ റിമാർക്കബിൾ റീഓറിയൻറ്റേഷൻ വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ഡിസ്കസ് 15 മാർക്കറാണ്. സോ യൂഷ്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇതിന് ഓവറോൾ നമുക്ക് ഓൾറെഡി അങ്ങനെ അബൻഡൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റ് ഒന്നും നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഭക്തി മൂവ്മെൻറ്റിനെ ചോദിച്ചിട്ടുണ്ട്. ആ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഫോക്കസ് എവിടെയാണെന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭു വന്നതിന് ശേഷമുള്ളൊരു റീഓറിയൻറ്റേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് സംവാട്ട് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്കിത് മാനേജ് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ നമുക്കിതിനെ ചിന്തിക്കാം എങ്ങനെ ചെയ്യാം. സോ ഇവിടെ എത്ര പാർട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ സിംഗിൾ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഭക്തി മൂവ്മെൻറ്റ് റിസീവ്ഡ് എ റിമാർക്കബിൾ റീഓറിയൻറ്റേഷൻ വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു. സോ നമുക്കിവിടെ എഴുതാനുള്ള പോയിൻറ്റ്സ് ആഫ്റ്റർ ദ അഡ്വെൻറ്റ് ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്തൊക്കെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്, എന്താണ് ആ റിമാർക്കബിൾ റീഓറിയൻറ്റേഷൻ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. പക്ഷേ നമുക്കിവിടെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്ന പോലെ ഫസ്റ്റിൽ നമുക്ക് ഭക്തി മൂവ്മെൻറ്റിനെ പറ്റി, ഭക്തി മൂവ്മെൻറ്റിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഫോർ ചൈതന്യ ഭക്തി മൂവ്മെൻറ്റ് എന്തായിരുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ആയിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത് ചെറിയൊരു എന്താ പറയുക, ഒരു 2-3 പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് 3-4 പോയിൻറ്റ് വെച്ചിട്ട് അധികം സ്പേസ് കൺസ്യൂം ചെയ്യാതെ നമുക്കത് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻട്രൊഡക്ഷൻ എഴുതി ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താൻ പറ്റും. ഒരു 2-3 പോയിൻറ്റ്സ് എഴുതി നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള പോയിൻറ്റ്സ്, ബാക്കി ഒരു 8-9 പോയിൻറ്റ്സ് നമുക്ക് മെയിൻ കോർ പാർട്ടിലാണ് കൊണ്ടുവരേണ്ടത്. ചൈതന്യ മഹാപ്രഭുയുടെ റീഓറിയൻറ്റേഷൻ ആഫ്റ്റർ ചൈതന്യ മഹാപ്രഭു എന്താണ് ആ റീഓറിയൻറ്റേഷൻ, അതാണ് നമ്മൾ എങ്ങനെയാണ് അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്തത്, അതാണ് നമുക്ക് മെയിനായിട്ട് എഴുതേണ്ടത്. സോ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ചൈതന്യ മഹാപ്രഭു ഇപ്പോഴൊക്കെ മെറ്റീരിയൽസിൽ ഇൻക്ലൂഡഡ് ആണ്, പല മെറ്റീരിയൽസിലും ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം. പക്ഷേ അതിന് മുമ്പ് ഫസ്റ്റായിട്ട് ചോദിച്ച സമയത്ത് ആരുടെ കയ്യിലും അത്ര കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല. സോ നമുക്കിതിന് മാനേജ് ചെയ്യാം. കോർ തീം നോക്കുകയാണെങ്കിൽ ഭക്തി മൂവ്മെൻ്റ് ആണ്, അതിൽ തന്നെ ഏജ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്, റീഓറിയൻറ്റേഷൻ, റോൾ ഓഫ് ചൈതന്യ, ഭക്തി മൂവ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, പിന്നെ ഭക്തി മൂവ്മെൻറ്റിനെ ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആദ്യം നമുക്ക് ഭക്തി മൂവ്മെൻറ്റിന് ബിഫോർ ചൈതന്യ ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. സോ അവിടെ നമ്മൾ മേജറായിട്ട് പേഴ്സണൽ ഡിവോഷൻ ആയിരുന്നു. നമുക്ക് ഭക്തി മൂവ്മെൻറ്റിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അത് നമ്മുടെ സിലബസിലും കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന മെറ്റീരിയൽസൊക്കെ കവേർഡ് ആയതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട്. പിന്നെ റിജക്ഷൻ ഓഫ് റിച്വലിസം, വെർണാക്കുലർ ലാംഗ്വേജസ്, പിന്നെ ഇക്വാലിറ്റി ബിഫോർ ഗോഡ്, സെയിൻസ് ലൈക്ക് രാമാനുജ, ബസവണ്ണ, രാമാനന്ദ, കബീർ, നാംദേവ്, അതുപോലുള്ള സെയിൻസിൻ്റെ പ്രസൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. നമ്മൾ PYQ പോലും ഇത് സെക്കൻഡ് ടൈമാണ് ഭക്തി ലിറ്ററേച്ചർ എന്ന തീമിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ആ രീതിയിൽ നമുക്ക് നോക്കാം. പിന്നീട് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന ഒരു വ്യക്തി, ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളായി. ഇദ്ദേഹം ഭക്തി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല, ഇത് ട്രാൻസ്ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഓൾറെഡി ഉള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെ ഫീച്ചേഴ്സിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാകും. സോ ഓൾറെഡി ഉള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ആലോചിക്കാം. പേഴ്സണൽ ഡിവോഷനിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ഡിവോഷനിൽ കൂടുതലും എന്താ പറയുക, ലവ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. റിച്വലിസം, പിന്നെ വെർണാക്കുലർ ലാംഗ്വേജ്, കൂടുതൽ വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് ഓരോ റീജിയൻ സ്പെസിഫിക് ആയിട്ടാണ് ആ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ മറ്റ് റീജിയൻസിലേക്ക് ഇത് സ്പ്രെഡ് ആവാൻ കാരണമായിട്ടുണ്ടാകും. അതുപോലുള്ള റീജിയൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. പിന്നീട് ഇക്വാലിറ്റി ബിഫോർ ഗോഡ്. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഭക്തി മൂവ്മെൻറ്റിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ കൂടുതൽ ഈക്വൽ ആവുകയാണ് ചെയ്തത്. അവിടെ വുമൻസിനെ കൂടെ ആഡ് ചെയ്തു. വുമൻസിന് പിന്നെയും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഭക്തി മൂവ്മെൻറ്റിൽ ഈ ഒരു ചൈതന്യ മഹാപ്രഭുവിന് ശേഷം വന്നിട്ടുണ്ട്. സോ ആ രീതിയിൽ ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സിന് ഇതൊന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് സെയിൻസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ചൈതന്യ മഹാപ്രഭുവിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവും, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. ആ രീതിയിൽ ചിന്തിക്കാം. അതിനുശേഷം വന്ന ട്രാൻസ്ഫോർമേഷനായിട്ട് അത് പറയാം. പിന്നെ ഇദ്ദേഹമായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഇതിനൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി. സോ ആ രീതിയിൽ ചിന്തിച്ചിട്ട് നമുക്ക് ഇതിന് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പോയിന്റ്സ് എന്താണെന്ന് നോക്കാം.
ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ സ്റ്റാർട്ട് ചെയ്യുകയല്ല ചെയ്തത്. പിന്നീട് UPSC എന്താണ് UPSCയുടെ ഡിമാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത്, പുതിയ എന്തെങ്കിലും എംഫസിസ് വന്നിട്ടുണ്ടോ, ന്യൂ മെത്തേഡ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, വൈഡർ ആയിട്ടുള്ള അപ്പീൽ, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഇതാണ് റീഓറിയൻറ്റേഷനാണ് ഹാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അതിന് ശേഷം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, ചൈതന്യം എന്ത് ടീച്ച് ചെയ്തു എന്നുള്ളതല്ല അവിടെ ചോദ്യം, എങ്ങനെയാണ് അത് ഡിഫറൻ്റ് ആയത്, ഓൾറെഡി ഉണ്ടായിരുന്ന ഭക്തി ലിറ്ററേച്ചർ എങ്ങനെ ഡിഫറൻ്റ് ആയി, ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. അപ്പോഴേ നമുക്ക് ഇതിനുള്ള പോയിന്റ്സ് കിട്ടും. ഓൾറെഡി നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി അറിയുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ബിഫോർ ചൈതന്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഭക്തി വന്നിട്ടുണ്ടായി, എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിലോസഫിക്കൽ സ്കൂൾ, റീജിയണൽ സയൻസ്, ഇൻഡിവിജ്വൽ ഡിവോഷൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ചൈതന്യം വന്നതിന് ശേഷം ഇമോഷണൽ ഡിവോഷൻ കൂടി. ഞാൻ ഓൾറെഡി പേഴ്സണൽ ഡിവോഷൻ ഉണ്ടായിരുന്നു, അത് ഇമോഷണൽ കണ്ടന്റ് കൂടി. പിന്നീട് മാസ് പാർട്ടിസിപ്പേഷൻ, കൂടുതൽ ആൾക്കാർക്ക് ഇത് അപ്പീലായി. എന്താണെന്ന് വെച്ചാൽ വുമൻസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് മാസ് പാർട്ടിസിപ്പേഷൻ കൂടുമല്ലോ. സോ ആ ഒരു പോയിന്റിൽ തന്നെ മറ്റൊരു പോയിന്റിലേക്കും കൂടെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. പിന്നെ പബ്ലിക് കീർത്തനാസ്, കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അത് പബ്ലിക് കീർത്തനാസ്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നീട് കൃഷ്ണ സെൻട്രിക്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെ. കൃഷ്ണ സെൻട്രിക് ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷ്ണ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡിവോഷനാണ് ഇദ്ദേഹത്തിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഗൗഡീയ വൈഷ്ണവിസം, ആ രീതിയിൽ ഓർഗനൈസ്ഡ് ഡിവോഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതുപോലുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് പിന്നീട് അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നീട് ഇമോഷണൽ ഭക്തി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഇമോഷണൽ ഭക്തിയിൽ നമുക്ക് പോയിൻറ്റ്സ് എഴുതാൻ പറ്റും. ഫിലോസഫിക്കൽ ഡിവോഷൻ, പിന്നെ ചൈതന്യയുടെ പ്രേം ഭക്തി, ഡിവൈൻ ലവ്, ഇമോഷണൽ സറണ്ടർ, ഇതൊക്കെ കീവേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് സങ്കീർത്തന മൂവ്മെൻറ്റ്, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് സങ്കീർത്തന മൂവ്മെൻറ്റ്. അതിൽ സിംഗിങ്, ഡാൻസിങ്, ചാൻറ്റിങ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കീവേഡ്സ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ ഹരേ കൃഷ്ണ ട്രഡീഷൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. സോ അതിനുശേഷം വന്നിട്ടുള്ള റീഓറിയൻറ്റേഷനിൽ ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ കൃഷ്ണ സെൻട്രിക് ഭക്തി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാസ് പാർട്ടിസിപ്പേഷൻ പറഞ്ഞിട്ടുണ്ട്. റിച്വലിസത്തിന് ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യജ്നാസ്, കാസ്റ്റ് റെസ്ട്രിക്ഷൻസ്, പ്രൈസ് ലിമിറ്റ്, കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും പിന്നീട് ചൈതന്യ മഹാപ്രഭുവിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മോർ ഇൻക്ലൂസീവ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ടും കാസ്റ്റിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞിട്ടൊക്കെയാണ്. മോർ എംഫസിസ് ഓൺ ലവ് ആണ്. ഡെസ്പൈറ്റ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, ലവ് അദ്ദേഹം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൗഡീയ വൈഷ്ണവിസം, അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അചിന്ത്യ ഭേദ അഭേദ, ആ കാര്യം നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ആ രീതിയിലുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക്. പിന്നെ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, എല്ലാ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. വേദിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വേദിക് ലിറ്ററേച്ചറിൻ്റെ കൂടെ ഒരു മൂവ്മെൻറ്റാണ്. സോ ആ രീതിയിൽ എന്തൊക്കെ വൈഷ്ണവേറ്റ് ലിറ്ററേച്ചർ കൂടുതൽ, ഇപ്പോൾ ഇദ്ദേഹം വൈഷ്ണവത്തിൻ്റെ ഒരു സ്റ്റൺ ഫോളോവർ ആണെന്ന് നമുക്കറിയാം. സോ അപ്പോൾ വൈഷ്ണവേറ്റ് ലിറ്ററേച്ചർ ആയിരിക്കും കൂടുതലും. പിന്നെ അതിൽ നമുക്ക് പോയിൻറ്റ്സ് അങ്ങനെ ജനറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ കൾച്ചറൽ ഇൻഫ്ലുവൻസ്, മ്യൂസിക്കിൽ, ഡാൻസിൽ, കീർത്തനത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാസിന് അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പാൻ ഇന്ത്യൻ ഇൻഫ്ലുവൻസ്, പുതുതായിട്ട് വന്നിട്ടുള്ള ഇൻഫ്ലുവൻസ്ഡ് ബംഗാൾ, ഒഡീഷ, ആസാം, ഈ റീജിയൻസൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ ഗ്ലോബൽ കൃഷ്ണ മൂവ്മെൻറ്റ്, ആ ഒരു കൃഷ്ണ ഭക്തി സങ്കീർത്തന, അതുപോലുള്ള കാര്യങ്ങൾക്കാണ് പിന്നീട് കൂടുതൽ എംഫസൈസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു 8-9 പോയിൻറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് എഴുതേണ്ടതുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള കണ്ടൻറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് മാനേജ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഭക്തിയുടെ ഫീച്ചേഴ്സ് നോക്കുക, ആ ഫീച്ചേഴ്സ് ഏത് രീതിയിൽ ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ മാറ്റം വന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യ മഹാപ്രഭു എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു ആസ് പെർ നമ്മളൊരു ഭക്തി ലിറ്ററേച്ചർ അല്ലെ ഭക്തി മൂവ്മെൻറ്റ് പറയുമ്പോൾ. സോ അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാവർക്കും അറിയായിരിക്കും. ഹരേ കൃഷ്ണ ട്രഡീഷൻ ആണെങ്കിലും, കൃഷ്ണ സെൻട്രിക് ഭക്തി ആണെങ്കിലും, ലവ് ആൻഡ് കമ്പഷൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലുള്ളൊരു 2-3 പോയിൻറ്റ്സും പിന്നെ ഓൾറെഡി ഭക്തിയിലുള്ള ഫീച്ചേഴ്സിന് ഏത് രീതിയിൽ മാറ്റം വരുത്തി എന്നുള്ള രീതിയിലും ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 8-9 പോയിൻറ്റ്സ് എഴുതാൻ പറ്റും. സോ ഈ രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോ ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ നോക്കി കാണാൻ പറ്റും. പിന്നെ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് by 15th century, Bhakti movement had already emerged as a powerful devotional tradition across India. The advent of Sri Chaitanya Mahaprabhu however gave it to. അപ്പോൾ 15th century മാത്രമാണ് ഇവിടെ ഒരു എന്താ പറയുക ഒരു കണ്ടൻറ്റ്, ഈ ഒരു ഇതിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു കണ്ടൻറ്റ്. ബാക്കിയുള്ളത് ക്വസ്റ്റ്യനായിട്ടൊന്ന് റിലേറ്റ് ചെയ്തു എന്നുള്ള ആ രീതിയിൽ നമുക്ക് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ടൈം പീരീഡ് പറഞ്ഞിട്ട് ആ രീതിയിൽ നമുക്ക് ഭക്തി മൂവ്മെൻറ്റിനെ പറ്റി പറഞ്ഞ് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും നല്ല ഇൻട്രൊഡക്ഷനാണ്. പിന്നീട് എഴുതുന്ന സമയത്ത്, കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ Chaitanya did not initiate the Bhakti movement but transformed its character by shifting its emphasis from philosophical devotion to എന്താണ് ചൈതന്യയുടെ കോൺട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ ഡിവൈൻ ലവ്,
സ്ലവേഴ്സി കോൺട്രിബ്യൂട്ട് ടു ഷേപ്പ് ഡിവോഷൻ ട്രഡീഷൻ ഇൻ ഇന്ത്യ ആൻഡ് ബിയോണ്ട്. സോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ട് ആ ഒരു പോസിറ്റീവ് കാര്യമാണെന്നുള്ള പോസിറ്റീവ് കൺക്ലൂഷൻ രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് കൺക്ലൂഷൻ. സോ ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഈ ക്വസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.